കൊച്ചി വളന്തക്കാട്ടെ ശോഭ ഹൈടെക് സിറ്റിക്ക് പരിസ്ഥിതി ആഘാത പഠനം നൽകിയ ശേഷം മാത്രമേ അനുമതി നൽകാൻ പാടുള്ളൂ എന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ജില്ലാ കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിന്മേലാണ് ഹൈക്കോടതി ജില്ലാ കളക്ടറുടെ വിശദീകരണം തേടിയത്. ശോഭ ഹൈടെക് സിറ്റി വാങ്ങിയ 70 ഏക്കറിലധികം ഭൂമിയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ പ്രദേശത്തെ ജൈവവൈവിധ്യവും കണ്ടൽക്കാടുകളും നശിക്കുമെന്നതാണ് പൊതുതാൽപര്യ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന പരാതി. നിലവിലുള്ള നിയമം ലംഘിച്ച് ഏകദേശം 2 ഏക്കറിലെ കണ്ടൽക്കാടുകൾ നശിപ്പിച്ചെന്നും ഹർജിയിൽ പറയുന്നു. ധാരാളം കണ്ടൽക്കാടുള്ള പദ്ധതി പ്രദേശം ജൈവവൈവിധ്യ മേഖലയെന്ന് തന്റെ സന്ദർശനത്തിൽ വ്യക്തമായതായി ജില്ലാ കളക്ടർ പറയുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തണം. ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് വിശദമായ പഠനം ആവശ്യമാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ബീന റിപ്പോർട്ടിൽ പറയുന്നു. തണ്ണീർത്തട സംരക്ഷണ നിയമം, തീരദേശ മേഖലാ സംരക്ഷണ വിജ്ഞാപനം, പരിസ്ഥിതി സംരക്ഷണ നിയമം എന്നിവ പാലിച്ച് പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്നും കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2007 5000 കോടി രൂപ മുതൽ മുടക്കിൽ IT, വിദ്യാഭ്യാസം, വാണിജ്യം, ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടത്. മനോരമ ന്യൂസ്, കൊച്ചി.